ഞാനിന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 13ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. പരീക്ഷണങ്ങളുടെ പരമ്പര. പണം, ഭക്ഷണം, ഔഷധം ഇവയ്ക്കു വേണ്ടി യുദ്ധമുണ്ടാകും. ഇത് ഒരുങ്ങാനുള്ള സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ടൊരുങ്ങണം. കൊടുങ്കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് നിങ്ങൾ കാണും. ഒരു പരീക്ഷണം അവസാനിക്കുമ്പോഴേക്കും മറ്റനേകം ദുരിതങ്ങൾ അതിനു പിറകെ വരാൻ കാത്തു നിൽക്കുന്നുണ്ടാകും. പണം, ഭക്ഷണം, വെള്ളം, ജോലി ഇവയിലെല്ലാം ദൗർലഭ്യം അനുഭവപ്പെടാൻ പോകുന്നു. മനുഷ്യവംശത്തിൻ്റെ അതിജീവനത്തിനായി ഈ ലോകം അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ പ്രക്രിയയിൽ നിങ്ങൾ വളരെയധികം എളിമപ്പെടേണ്ടി വരും. ജീവിത ആവശ്യങ്ങൾ തികച്ചും ലളിതമാകും. വലിയ ക്ഷാമവും യുദ്ധവും നിങ്ങൾ കാണും. അത് രാഷ്ട്രങ്ങൾ തകർന്നു വീഴാൻ കാരണമാകും. എൻ്റെ ജനമേ, ഈ ലോകത്തിന് യുദ്ധത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഒരിക്കലും വിശ്രമം ലഭിക്കില്ല. അബോർഷനിലൂടെ കൊല്ലപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളുടെ എണ്ണത്തിനനുസരിച്ച് എൻ്റെ ജനം വളരെ വലിയ നാശം ഉടനെ നേരിടാനിരിക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അത് തുടരുകയും ചെയ്യും. ആ യുദ്ധം ഭക്ഷണക്ഷാമത്തിന് കാരണമാകും. നിങ്ങൾ ഭോക്ഷരായ ആട്ടിൻകൂട്ടമാണ്. നിങ്ങളെ നയിക്കുന്നവൻ തൻ്റെ വഞ്ചനയിലൂടെയാണ് അത് ചെയ്യുന്നത്. അവൻ ചതിയുടെ രാജകുമാരൻ തന്നെയാണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ അനേകം സംഭവങ്ങൾ ചുരുളഴിയുന്നത് നിങ്ങൾ കാണും. ഭൂകമ്പങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിക്കും. രോഗങ്ങളും ക്ഷാമവും ഉണ്ടാകും. നിങ്ങൾ നന്നായി ഒരുങ്ങണം. മനുഷ്യരിൽ അനേകർ എൻ്റെ മുൻപിൽ നിൽക്കാനായി വിളിക്കപ്പെടും. എന്തെന്നാൽ എൻ്റെ ജനത്തിൽ നിന്ന് ഒരുപാട് പേർ വരേണ്ടിയിരിക്കുന്നു. എൻ്റെ ജനമേ, ഈ ലോകത്തിലെ പാപം അത്രമേൽ ഗൗരവതരമാണ്. അതുകൊണ്ടാണ് ഭൂമി നിങ്ങളുടെ പാപത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, കൊടുങ്കാറ്റുകൾക്ക് പിറകെ കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾക്ക് പിറകെ ഭൂകമ്പങ്ങൾ, രോഗങ്ങൾ, ക്ഷാമം എല്ലാം സംഭവിക്കാനിരിക്കുന്നു. നിങ്ങൾ ഉടൻ തന്നെ എതിർക്രിസ്തുവിൻ്റെ ഉദയം കാണാൻ പോകുന്നു. അത് മഹാമാരികളുടെയും ക്ഷാമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാശനഷ്ടങ്ങളുടെയും നടുവിലായിരിക്കും സംഭവിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നൽകപ്പെടുന്ന ഓരോ ദിവസവും ഒരുങ്ങാനുള്ള ദിവസങ്ങളാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഭൂമി പ്രതികരിക്കുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് നിങ്ങളുടെ പാപങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തന്നെ സഹനങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ്.